കൊല കുറച്ചും കൂടെ പഴുക്കാനുണ്ട്. കണ്ടോ, ആദ്യം ഉണ്ടായി വരുമ്പോൾ ഇതിനൊരു ഗ്രീൻ കളറായിരിക്കും. പിന്നെ ഇങ്ങനെ റെഡ് കളറായിട്ട് വരും. പിന്നെ നല്ല റെഡാവും. നല്ല റെഡൊക്കെ ഇങ്ങനെ മുകളിൽ കിടക്കുന്നുണ്ട് ധാരാളം. ഇവിടെയൊക്കെ കുറച്ച് പഴുത്തത് കിടക്കുന്നുണ്ട്. ഇത് പറട കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി നെറ്റ് ഇട്ടേക്കായിരുന്നേ. അപ്പോൾ ആ നെറ്റും മറികടന്നാണ് ഇപ്പോൾ മരം വളർന്നു പോയേക്കണേ. ഉണ്ട് കിളിയൊക്കെ കൊത്തിയിട്ടേക്കണേ. നല്ല ഭംഗിയാണ് ഇത് ഉണ്ടായി കിടക്കണ കാണാനായിട്ട്. അപ്പോൾ ഞാനിതിൽ നിന്ന് കുറച്ചൊക്കെ പഴുത്തത് നോക്കിയിട്ട് പറിച്ചെടുക്കാൻ പോവാണ്. കാരണം ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ 3-4 ദിവസം ആകുമ്പോഴേക്കും ഇതെല്ലാം കൂടെ താഴെ പോകും. കുറച്ച് വൈൻ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ്. കുറച്ച് അയൽപക്കത്തെ വീടുകളിലൊക്കെയും കൊടുക്കണം. ഇത് നിറയെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ടാണ് കിടക്കണേ. ഇവിടെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചാമ്പയ്ക്ക. ശരിക്കും ഒരു ആപ്പിളിൻ്റെ ടേസ്റ്റാണ് ഇതിന്. ഈ ചാമ്പ പൂത്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് വെള്ളം ഒഴിക്കാൻ പാടില്ല കേട്ടോ. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു വെള്ളത്തിൻ്റെ ടേസ്റ്റായിട്ട് മാറും ഇതിൻ്റെ. വേണ്ടോ, ഇതൊക്കെ പഴുത്ത് കിടക്കുന്നുണ്ട്. നല്ല വലുപ്പമുണ്ട് ഇതിന്. അത്യാവശ്യം നമുക്കൊന്ന് വിശന്നിരിക്കുമ്പോഴൊക്കെ ആയാലും ഇത് കഴിച്ചു കഴിഞ്ഞാൽ വിശപ്പും മാറും, ദാഹവും മാറും. അപ്പോൾ വീട്ടിലില്ലാത്തവരൊക്കെ ഓരോന്ന് നട്ടുപിടിപ്പിക്കണം കേട്ടോ. നല്ലൊരു ചാമ്പയാണിത്. ആപ്പിൾ ബെൽ ചാമ്പ എന്ന് പറയുക അതിന്. ഇതിൻ്റെ കമ്പ് നട്ടു കൊടുത്താലും പിടിക്കുന്നുണ്ടെന്ന് പറയണു. ഞാൻ പക്ഷേ ഇത് നഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ നട്ടുപിടിപ്പിക്കാൻ നമുക്ക് പറ്റിയ ഒരു ഇനം ഫ്രൂട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ ഇല്ലാത്തവരൊക്കെ നട്ടുപിടിപ്പിക്കണം. ഓക്കേ.